നീ ഒന്ന് ചുമ്മാ ഇരിക്കും ചീങ്കണ്ണി മുതലേ അതൊക്കെ നമ്മളെ വരട്ടാൻ വേണ്ടി ഇറക്കുന്ന ഓരോ നമ്പരാ. ഇതങ്ങനെ ജയരാജനെ പറ്റി ചർച്ച വെച്ചോന്നാ ചോദിക്കുന്നേ. അപ്പളേ നമ്മൾ പിന്നെ വരാം. അപ്പൊ ബാക്കിയൊക്കെ ഞങ്ങളുടെ പാർട്ടിയുടെ കാര്യമൊക്കെ കൈരളി തീരുമാനിക്കും. കൈരളിയുടെ ചർച്ച ഞങ്ങൾ തീരുമാനിക്കണം. അതിന് പള്ളി പോയി പറഞ്ഞാൽ മതി. ഇത് പ്രസ് ക്ലബാണ്, ഇത് പ്രസ് ക്ലബാണെന്നുള്ള ബോധ്യം എനിക്കുണ്ട്. ഭീഷണിയൊന്നും വേണ്ട. അത്രക്കായല്ലേ? ഒരു 10-16 വയസ്സായപ്പോ പത്തനംതിട്ട വന്നു തുടങ്ങിയതാ. അന്ന് ഞാൻ വരണ്ടിട്ടില്ല. ഞാനൊരു വലിയ സംഭവം അല്ലേ? അങ്ങനൊന്നും വരട്ടണ്ട, കൈവച്ചിരുന്നാ മതി. ഞാൻ പോണേണ്. വെറുതെ എന്തിനാണ് ഒരുപാട് എക്സ്പ്രഷൻ ഇട്ട് ചാവണത്? നിങ്ങൾ എനിക്ക് വേണ്ടി അല്ല, കലിപ്പ് തീരണില്ലല്ലേ? എന്റെ പൊന്നു സഹോദര, പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞതിനകത്ത് എന്താ കുഴപ്പം? എന്താ കുഴപ്പം? ഇത്ര പ്രകോപിതനാകേണ്ട കാര്യം നിങ്ങൾ? അല്ല, ഇത്ര കാര്യം എന്താ? ഞാൻ മാധ്യമ സമ്മേളനത്തിന് വിളിച്ച് അനുവാദം വാങ്ങിച്ചിട്ട് വന്ന ആളാ. നിങ്ങളുടെ അതിഥിയാ, നിങ്ങളുടെ വായിരിക്കുന്ന കേൾക്കാൻ വന്ന ആളല്ല. അൺപാർലമെന്ററി ആയിട്ടുള്ള വാക്കുകൾ പറ. കുറെ നേരമായല്ലോ തുടങ്ങിയിട്ട്. ഒരു അൺപാർലമെന്ററി വാക്ക് പറഞ്ഞാൽ അതിന് തന്നാരും വിളിച്ചു തന്നെയല്ലേ എങ്ങനെയാ ആവശ്യത്തെ കാര്യങ്ങൾ ഇടപെടുത്താ പറഞ്ഞു കൊടുക്കണം എന്നെ പറ്റി. ഞാൻ പിണറായി വിജയൻ പറയുന്നതിന്റെ കൂട്ട് നിങ്ങളെ വിളിച്ചെത്തിട്ട് ചെറ്റത്തരം നിങ്ങൾ കാണിക്കുന്നത് ഞാൻ പറഞ്ഞോ? ഒന്നുകിൽ ആശ നെഞ്ചത്ത്, അല്ലെങ്കിൽ കളരിക്ക് വെളിയിൽ. തന്നെപ്പോലുള്ളവരെ പ്രോത്സാഹിപ്പിച്ചാലേ ഉണ്ടാക്കിയേ. അങ്ങാണ് കുറെ നേരമായിട്ട് പ്രകടനം ഉണ്ടാക്കിയത്, അങ്ങാണ് കുറെ നേരമായിട്ട് വരട്ടിക്കൊണ്ടിരിക്കുന്നത്. ആ വരട്ടലൊക്കെ 8 മടക്കി കൈ വെച്ചാൽ മതി. ലക്ഷത്തിൽ ഒന്നേ കാണും ഇതുപോലൊരു ഐറ്റം.